എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് മുഹൂർത്തമൊക്കെയാണ് നടക്കാനായിട്ട് പോകുന്നത്. ആരിനും മിത്രയൊക്കെ അങ്ങനെ ദേവമംഗലത്തേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നീട് ആനന്ദന്റെ വിവാഹവും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ബാലനാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ തന്നെയാ. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഗോമതയെ വീട്ടിലേക്ക് കൊണ്ടുവരത്തില്ലെന്നത്. ഈ സമയത്ത് ആ ലോകും അച്യുതനും അവരൊക്കെ ചേർന്നിട്ട് ഈ വിവാഹം എങ്ങനെ മുടക്കാന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഉദയഭാനുവിനെ വിളിച്ചിട്ട് കുറെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിന്റെ സമയത്ത് ഗോമതി പിണങ്ങിപ്പോയ കാര്യം പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഉദയഭാനുവിന് വലിയ കുലുക്കമുണ്ടോ? ഒരു കുലുക്കമില്ല. ഉദയഭാനു ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനു വേണ്ടിയിട്ട് നേർച്ചകളും വഴിപാടുകളും നടത്തിക്കൊണ്ടിരിക്കുക. കാരണം ഇതിനേക്കാളും വലിയ ഉടായ്പ പരിപാടിയോ ഉദയഭാനു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഉദയഭാനുവിന് ഒരു മൈൻഡും ഇല്ലായിരുന്നു. പിന്നീട് അച്യുതനോട് പറഞ്ഞു, അതെ അച്യുത പറഞ്ഞ കോള് കട്ട് ചെയ്തോ, എന്ത് വേണമെന്ന് എനിക്കറിയാം. കല്യാണത്തിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാൻ തന്നെ തീരുമാനിച്ചു. പെട്ടെന്നൊന്നും അങ്ങനെ എന്തായാലും തീരുമാനിക്കുന്നില്ല. എല്ലാം ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുവാണ്. അത് കേട്ട് ഇനിയിപ്പോ അച്യുതനും അലോകിനും ഒക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ ഈ വിവാഹം ഉറപ്പായിട്ടും മുടങ്ങും. പോരാത്തേന് ഗോമതി എവിടെ ഇല്ല, അതുകൊണ്ട് ഇനിയിപ്പോ കുഴപ്പമില്ല എന്ന് അച്യുതൻ മനസ്സിൽ കരുതുവാണ്. അവളും കൂടി ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ഉദയഭാനുവിന്റെ മോളെ അവരെയും കൂടി കെട്ടിച്ചു വിടാനായിട്ട് കൂട്ടാക്കത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേങ്കില് ഈ സമയത്ത് ഉദയഭാനുവിന്റെ മനസ്സിലെ ചിന്ത, എന്റെ ഭഗവാനെ, ഒരു കാരണവശാൽ ഈ വിവാഹം മുടക്കാനായിട്ട് ആരും വരില്ലേ. എങ്ങനെയെങ്കിലും ഈ വിവാഹം നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിവാഹം മുടക്കളി വരുന്നേ. വിവാഹം മുടക്കളിയെ കൊണ്ട് തോറ്റു പോവുള്ളല്ലോ എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണ്. ആ സമയം ശ്രീകല അങ്ങോട്ട് വന്നു. ശ്രീകല വന്നിട്ട് ചാരോടാ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കേട്ടെ. എന്ത് ചെയ്യാനാന്ന് പറ. ദേ ആ ബാലന്റെ ശത്രുക്കള് അവരുടെ ബന്ധുക്കാര് തന്നെയെന്ന് പറയണം. ആ അച്യുതപുറമേൽ ഇന്നാള് വന്നേ, അയാളെ വിളിച്ചേ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട്. ഓഹോ, അപ്പൊ അയാളുടെ സൂക്കേട് ഇതിലിട്ട് മാറില്ലേ നിൽക്കും. എങ്ങനെ മാറാനാ? അത് പെട്ടെന്നൊന്നും മാറുന്ന ലക്ഷണം കാണുന്നില്ല. എന്റെ ശ്രീകലെ, നമ്മളിവിടെ ഓരോ സൈഡിൽ നിന്ന് ഓരോന്നൊക്കെ അടുപ്പിച്ച് കൂട്ടിക്കൊണ്ട് വരുവാ. എങ്ങനെ ഈ വിവാഹം നടക്കുമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഓരോരുത്തന്മാരെ കേറി വന്നിരിക്കുന്നു. എനിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടത് ശ്രീകല പറഞ്ഞു, എന്ത് ചെയ്യാൻ എന്റെ ഏട്ടാ, കല്യാണം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം വരുവുള്ളെന്ന് പറയാം. അല്ല ഏണെന്താ ഫുഡ് കഴിക്കാത്തെ? ഇടിച്ചിരി ഇറച്ചിയും മീനും എന്തേലും ഉണ്ടായിരുന്ന കഴിക്കായിരുന്നു. പിന്നെ ഇറച്ചിയും മീനും ഉള്ളത് കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ മതി. പറഞ്ഞ കേട്ടല്ലോ, മോളുടെ കല്യാണം വരാൻ പോന്നേ, അതിനുള്ള പൈസ ഇതുമായിട്ട് ഉണ്ടായിട്ടില്ല, എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ളേ. അപ്പോഴാണ് ഇറച്ചിയും മീനും കൂട്ടി ഫുഡ് കഴിക്കണേന്ന് പറയാണ്. ആ സമയം അനസിന് വല്ലാത്ത വിഷമത്തിരിക്കുക. അനസിന്റെ അടുത്തേക്ക് മീനാക്ഷി എന്നിട്ട് പറഞ്ഞു, ദേ ഇനിയിപ്പം മോള് വിഷമിച്ചിരുന്നിട്ടൊരു കാര്യമില്ലെന്ന് പറയാണ്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അല്ല പിന്നെ അമ്മ വന്നില്ലല്ലോ. അതെ, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അച്ഛനോട് പോയി പറഞ്ഞാലോ, ഒന്ന് വിളിക്കാൻ പറഞ്ഞാലോ. ഒരു പക്ഷെ അച്ഛൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വരാതിരിക്കില്ലെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്, അച്ഛൻ വിളിക്കണ്ടേ? അച്ഛൻ വിളിക്കാൻ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. ഞാൻ ചെന്ന് പറഞ്ഞോളാം, എന്റെ കൂടെ ഒന്ന് മീനാക്ഷി ചേച്ചി വന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ ബാലിന്റെ അടുത്തേക്ക് ഇല്ലുവാണ്. ബാലിന്റെ അടുത്ത് നിന്നിട്ട് അനുസർ പറഞ്ഞു, അച്ഛാ അച്ഛൻ എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ? അമ്മ ഇല്ലാതെ ഇവിടെ ഒരു സുഖമില്ല, അച്ഛൻ അറിയാലോ. അച്ഛനും അമ്മയും പിണങ്ങിയിരുന്നിട്ട് ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ജനിച്ചേപ്പിനെ ഞാൻ കണ്ടിട്ടുള്ള കാര്യമല്ല. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടായിരിക്കും. അച്ഛൻ ഒന്ന് പോയി വിളിച്ചോണ്ട് വാ. ആരും ചേട്ടനെയും മിത്രേച്ചിനെയും കൂടെ വിളിച്ചോണ്ട് പോവാ. എല്ലാരും കൂടെ ഉള്ളപ്പോ എന്ത് രസമായിരിക്കും. ആനന്ദേട്ടന്റെ കല്യാണമായിട്ട് വരാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുസരിച്ച് വളരെയധികം താഴ്ന്ന് സംസാരിക്കുക. പക്ഷെ ഇതൊന്നും കേട്ടിട്ടൊന്നും ബാലനൊരു മാറ്റം ഉണ്ടായില്ല. ബാലൻ പറഞ്ഞു, ഇനിയിപ്പൊ നിങ്ങൾ ആരൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇതങ്ങ് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ആരുടെ കാലി പിടിക്കാൻ എനിക്ക് ഒരുക്കുമല്ലെന്ന് പറയണം. ഓഹോ, അപ്പൊ അച്ഛൻ പോയി വിളിച്ചോണ്ട് വരത്തില്ലല്ലേ? അന്നൊരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം. ആനന്ദന്റെ വിവാഹം മംഗളകരമായിട്ട് നടക്കണമെങ്കിൽ ഞങ്ങളെല്ലാം സഹകരിക്കണമെങ്കിൽ അമ്മ ഈ കുടുംബത്തിൽ ഉണ്ടാവണമെന്ന് പറയണം. അവസാനം ട്രിക്കായിരുന്നത്. അങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പൊ അച്ഛൻ പോയി കൂട്ടിക്കൊണ്ട് വരത്തില്ലാന്ന് തോന്നി. മീനാക്ഷിയോടും ശരിയാ, ഞങ്ങൾ ആരും സഹകരിക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പൊ ആനന്ദേട്ടൻ പോലും കല്യാണത്തിന് സമ്മതിക്കുമെന്ന് തോന്നില്ല. ആനന്ദന്റെ വിവാഹം എന്ന് പറഞ്ഞാലും അമ്മയില്ലാതെ ആനന്ദേട്ടൻ അതിന് സമ്മതിക്കുമോ എനിക്കറിയില്ല എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് അവനും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലിങ്ങനെ ഒന്ന് ആലോചിച്ചു, ഇനിയിപ്പോ ആനന്ദ് അങ്ങനെ എങ്ങാനും പറയോ? എത്രയോ കാലത്തിന് ശേഷമാണ് ഒരു നല്ല ആലോചന വന്നിരിക്കുന്നത്. ഈ വിവാഹം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ച പോലൊന്നും കാര്യങ്ങൾ നടക്കില്ല. തന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം വെറുതെ ആയിപ്പോ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഒരു മാർഗം കിട്ടാതെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പിന്നീട് ആനന്ദ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആര്യം കയറി വരുന്നത്. ആര്യനെ കണ്ടതോ ആനന്ദ് ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ആര്യാന്നും പറഞ്ഞോണ്ട്. പിന്നീട് ചോദിച്ചു, ആര്യം ചെന്ന് ആനന്ദിനോട് ചോദിച്ചു, എന്താ ആനന്ദേട്ടാ അവിടെ പ്രശ്നം എന്താ? അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, അമ്മ കാര്യമായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം.
എടാ നീ അങ്ങോട്ടേക്ക് തിരികെ വാ, നീ തിരികെ വന്നാൽ മാത്രം കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറയാ. എങ്ങനെ? എടാ പറയുന്നൊന്ന് അനുസരിക്കുക, അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മ പിടിവാശി പിടിച്ചിരിക്കുക. അമ്മ സാധാരണഗതിയിൽ അങ്ങനെ ഒരു കാര്യത്തിനും പിടിവാശി എടുക്കുന്ന ആളല്ല. പക്ഷെ ഇപ്പൊ അമ്മ പിടിവാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് വ്യക്തമായ ലക്ഷ്യമുണ്ട്. നിന്നെ എങ്ങനെയെങ്കിലും ദേവമംഗലത്തേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടിട്ടാ. എടാ ഇതായിട്ട് ദൈവമായിട്ടൊരു കൊണ്ടുവന്ന അവസരമാണ്, നീ ആയിട്ട് ഇത് കളഞ്ഞു കുളിക്കരുത്, നീ വരാൻ പറയണം. ഇത് കേട്ട ആരും പറഞ്ഞു, ധ്യാനന്തേട്ടാ വെറുതെ ഇനി എന്താണെങ്കിൽ ഈ പേര് പറഞ്ഞോണ്ട് വഴക്കടിക്കണ്ട, എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് പറയണം. ഓഹോ, അപ്പൊ നീ വരത്തില്ലല്ലേ? അപ്പൊ എന്നെക്കാളും നിന്റെ അമ്മേനേക്കാളും അച്ഛനേക്കാളും എല്ലാം പ്രധാനം നിനക്ക് നിന്റെ ഭാഷയല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ ആനന്ദേട്ടാ ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാണ്. അപ്പോഴേക്കുമാണ് ആനന്ദിന്റെ ഫോണിലേക്ക് ശ്രീദേവിയുടെ കോൾ വരുന്നത്. ശ്രീദേവിയാണല്ലോ, എന്താപ്പോൾ ഈ സമയത്ത് വിളിച്ചിട്ട് ആനന്ദേട്ടൻ തിരക്കിലാണെന്ന് ചോദിക്കും. അല്ല, അതെ പുറത്തേക്ക് വരുന്ന ഇറങ്ങി വരുമെന്ന് ചോദിക്കണം. എന്താ? പുറത്തേക്ക് വരാൻ പറയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, അതെ പുറത്തേക്ക് വരുന്ന ഇറങ്ങി വരാൻ പറയണേ. എന്താ കാര്യം? എന്താ? അവിടെ ശ്രീദേവി വന്നിട്ടുണ്ട്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ആനന്ദേടെ പോയി സംസാരിക്കാൻ പറയണം. ഞാൻ തന്നെയോ? നീയും കൂടെ വാ ആര്യാന്ന് പറയണേ. ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയണം. അന്നെങ്കിൽ നിന്നെ കൊണ്ടുപോയിട്ടുള്ളെന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ചും കൂടെ വലിക്കണം. അങ്ങനെ ശ്രീദേവിയുടെ അരിയിലേക്ക് കൊണ്ടുവരുവാണ്. പിന്നീട് ശ്രീദേവിയോട് പറഞ്ഞു, ഇതെന്റെ ഏറ്റവും ഇളയ അനിയന ആര്യൻ എന്ന് പറയണം. അന്ന് അവിടെ വീട് കാണാൻ വരുന്ന സമയത്ത് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയാം. മിത്രയുടെ ഹസ്ബൻഡ്. ഓ മനസ്സിലായി. മിത്രനെ അന്ന് പരിചയപ്പെട്ടായിരുന്നു പറയാ. ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞായിരുന്നു, ജോലി തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയില്ലെന്ന്. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, ജോലി തിരക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഫുഡ് ഡെലിവറിയുടെ ജോലിയാണ്, അല്ലാതെ വലിയ ജോലിയും കാര്യങ്ങളൊന്നും അല്ലെന്ന് പറയണം. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വം ഇല്ലേ, അതിനെ പുച്ഛിച്ചളേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം. ശ്രീദേവിയുടെ ആ സംസാരം പെരുമാറ്റമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആര്യന്. പിന്നീട് അവരോട് ചോദിച്ചു, അല്ല എവിടെ പോയതാന്ന് ചോദിക്കണം ആനന്ദ. പെട്ടെന്ന് തന്നെ ശ്രീദേവി, ഞാൻ ക്ഷേത്രത്തിൽ വരെ വന്ന ആനന്ദേട്ടാന്ന് പറയണം. പിന്നീട് ശ്രീദേവി എന്ത് ചെയ്യണം, കുറച്ച് ചന്ദനം എടുത്തിട്ട് ആനന്ദിന് നെറ്റിയിലേക്ക് തൊട്ടു കൊടുക്കുക. ഈ രംഗങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എന്തെന്നില്ല സന്തോഷം തോന്നി ആനന്ദ. ഒരു പക്ഷേങ്കിൽ താൻ ആഗ്രഹിച്ചുള്ളൊരു പെൺകുട്ടിയെ തന്നെ ആനന്ദന് വിവാഹം കഴിക്കാൻ പോകുന്നത്. ആനന്ദൻ എന്തുകൊണ്ട് യോജിക്കുന്ന പെൺകുട്ടി തന്നെയാണ്. ആനന്ദിനോട് പറഞ്ഞു, കൊള്ളാലോ, ഏട്ടത്തിയമ്മ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയാം. ആനന്ദന് ചേരും, രണ്ടുപേരും കട്ടക്കട്ട നിൽക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ അടുത്തേമ്മേ, എന്റെ ആനന്ദനുണ്ടല്ലോ ഭയങ്കര പാവാ. ഇത്ര ആണുങ്ങൾ പാവാൻ പാടില്ല, പക്ഷെ ഞങ്ങൾ എപ്പോഴും എല്ലാവരും പറയുന്ന, പക്ഷെ ആനന്ദൻ അത്രയ്ക്ക് അത്രയ്ക്ക് ശുദ്ധനുമാന്ന് പറയാ. ഇത് കേട്ടതും ശ്രീദേവി ഒന്നും മിണ്ടിയില്ല. ശ്രീദേവി ചെറുതായിട്ടൊന്ന് ചിരിച്ചു. പിന്നീട് ശ്രീദേവിനെ നോക്കിയിട്ട് പറഞ്ഞു, ദേ ഏട്ടത്തിയമ്മ നല്ല പൊളിയാള്, കാണാനും നല്ലതാണ്, രണ്ടുപേരും നല്ല ജോഡിയാന്ന് പറയാണ്. അങ്ങനെ കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് ആര്യനും ശ്രീദേവിക്ക് അങ്ങോട്ട് പോകുന്നത്. ആര്യന് ഭയങ്കര സന്തോഷമായി. എന്താണെങ്കിലും ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ നടക്കും. അമ്മ ഒരു പക്ഷെ തിരിച്ചു വരുമായിരിക്കും. ആര്യൻ ചെന്ന് പറയുമായിരിക്കും. ആര്യൻ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ ദേവമംഗലത്തേക്ക് വരുമായിരിക്കും. ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആനന്ദിന്റെ മനസ്സ് നിറയും. ആ സമയം ഗോമതി ആ ടെൻഷനാ. ഇതുവരെയായിട്ട് ഒരു ഫോൺ കോൾ പോലും തന്റെ ഫോണിലേക്ക് വന്നിട്ടില്ല. ബാലേട്ടൻ വിളിച്ചിട്ടില്ല. ബാലേട്ടൻ വിളിക്കേണ്ടതാണ്, വിളിച്ചിട്ടില്ല. കണ്ടോ, അപ്പൊ അത്രയ്ക്ക് വാശി പിടിച്ചവിടെ ഇരിക്കട്ടെ, താനും വിളിക്കുന്നല്ലേ ചിന്തയില് വാശിക്കിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് മിത്ര വന്നിട്ട് ചെന്താപ്പച്ചി എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഒന്നുമില്ല, എനിക്കറിയാം അപ്പച്ചിയുടെ മാനസിക വിഷമം എന്താന്ന്. ഇത് കേട്ടതും കോമതി പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്, ഞാൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഒരു വാക്ക് അന്വേഷിച്ചില്ല. ഒന്ന് ഫോൺ വിളിച്ചു ചോദിക്കാലോ, എവിടെ എന്താ നീ സുഖമായിട്ടിരിക്കുന്നുണ്ടോന്നൊക്കെ അതുപോലും ചോദിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ബന്ധങ്ങളും കാഴ്ചകളും ഒക്കെ. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അപ്പച്ചിന്ന് ടെൻഷൻ അടിക്കണേ. അപ്പച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻകമിംഗ് കോള് മാത്രമല്ല അപ്പച്ചിയുടെ ഫോണിലേക്കുള്ള ഔട്ട് ഗോയിങ് കോളില്ലേ, അങ്ങോട്ടും വിളിക്കാലോ. അപ്പച്ചിക്ക് ഒന്ന് വിളിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഞാൻ വിളിച്ചിട്ട് ബാലേട്ടന്റെ വായിലിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കണമല്ലേന്ന് ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല അപ്പച്ചി, ആദ്യമൊക്കെ ചീത്ത പറയായിരിക്കും, അങ്ങനെ സ്വഭാവം അറിയാവുന്നല്ലേ, അതുകൊണ്ട് അപ്പച്ചി അന്ന് കാര്യമായിട്ട് എടുക്കണ്ട, അതൊക്കെ ശരിയായിക്കോളും എന്ന് പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ ശരിയാക്കോളും എന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ, കാരണം ആനന്ദിന്റെ വിവാഹമല്ലേ വരാൻ പോന്നേ. അപ്പൊ എന്തേലും ഒരു കാര്യം ഉണ്ടായിരിക്കും. വിവാഹത്തിന് മുമ്പ് എന്താണെങ്കിലും അങ്കിള് വന്ന് കൂട്ടിക്കൊണ്ട് പോകും അപ്പച്ചിനെ, അതുകൊണ്ട് അപ്പച്ചി ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയണം. അങ്ങനെ അന്ന് രാത്രി കിടന്നിട്ട് ബാലിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ബാലിന് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നു. അതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഗോമതിക്കും. അവസാനം ബാലൻ തീരുമാനിച്ചു, നാളെ നേരം എടുത്ത് അവിടെ പോയി കാണണം, വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഗോമതിയെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേനും ഗോമതി ഓടി ഇറങ്ങി ചെല്ലുവാണ്. ബാലനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവണ്ടെന്നുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ഗോമതിയോട് പറഞ്ഞു, ഗോമതി നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി, വീട്ടിലേക്ക് പോകാനായിട്ടാ? വീട്ടിലേക്ക് വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാര്യമുണ്ട്, ഞാൻ വരണമെങ്കിൽ എന്നോടൊപ്പം ആരിനും ഇത്രയും വേണമെന്ന് പറയണം. നീ എന്തൊക്കെയാ ഗോമതി പറയണേന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യ, അവരുണ്ടേ മാത്രം ഞാൻ വരത്തുള്ളൂ എന്ന് പറയാം. ഓഹോ, അപ്പൊ നീ വരത്തില്ല എന്ന് തന്നെ തീരുമാനിച്ചു. ഇനിയിപ്പൊ ഞാൻ ആരിനെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അവന്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കണായിരിക്കും. എന്നാലും കുഴപ്പമില്ല, എനിക്ക് സമ്മതമാ. ഞാൻ
അവന്റെ കാല് പിടിച്ച് ക്ഷമ പറഞ്ഞിട്ടാണ് അവനെ ഇനി കൊണ്ടുപോയേക്കാം. നിന്റെ കാര്യത്തിന് വേണ്ടിട്ടല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ ആരിനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാം. ബാലേട്ടൻ ഇപ്പൊ പോയിക്കോളാൻ പറയാണ്. നീ സത്യമാണോ പറയണേന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊണ്ടുനാളാന്ന് പറഞ്ഞാൽ കൊണ്ടുനാളാന്ന് പറയണ. ഗോമതിക്ക് ഒരു ടെൻഷൻ. ഇനിയിപ്പം ആരിനോട് പോയി കെഞ്ചുന്ന ബാലന്, കാരണം അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഗോമതിയുടെ മനസ്സിൽ. പിന്നീട് അങ്ങനെ ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ അകത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. മിത്ര വന്നിട്ട് ചോദിച്ചു, എന്ത് പറഞ്ഞ അങ്കിൾ, എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നല്ലോ അപ്പച്ചി, എന്താണെങ്കിലും അത് തന്നെ ഒരു നല്ല കാര്യമില്ലെന്ന് ചോദിക്കും. അതെ, നല്ല കാര്യമൊക്കെ തന്നെയാ, പക്ഷേങ്കിൽ എന്താ, നീ നിങ്ങളില്ലാതെ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകത്തില്ലെന്ന് പറയണം. ദേ അപ്പച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളെ നോക്കണ്ട, അപ്പച്ചിയുടെ ജീവിതമാണ് അറിയാലോ. അപ്പച്ചി എത്രയും പെട്ടെന്ന് തന്നെ തിരികെ പോകണമെന്ന് പറയണം. ഇല്ല, ഞാൻ അങ്ങനെ പോകത്തില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ നിന്നോളാം, എനിക്ക് പിന്നെ വേറൊരു പോവാനായിട്ടില്ലോ, അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാന്ന് പറയണം. കോമതിയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, മിത്രേ ഇനിയിപ്പം നീ ആയിട്ടൊന്നും പറയാനായിട്ട് പോണ്ട, പറഞ്ഞ കേട്ടല്ലോ, അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അമ്മ തീരുമാനിക്കട്ടെ എന്ന് പറയാം. അല്ലെങ്കിലും നമ്മൾ പറയുന്നത് നമ്മുടെ വാക്കിന് വിലയില്ലോ. അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് അച്ഛൻ വന്നു, അച്ഛൻ വന്നിട്ട് എന്നോട് മാപ്പ് പറയാൻ തുടങ്ങിയപ്പോൾ അമ്മ അനുവദിച്ചില്ല. എന്തുകൊണ്ടാ? അമ്മയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ ബാക്കി ആരുടെ മുന്നിൽ, സ്വന്തം മക്കളുടെ മുന്നിലായപ്പോൾ തലകുനിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടല്ലേ എന്നെ ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ഗോമതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആനെ തന്നെ നോക്കുക. എനിക്കറിയാം അമ്മയുടെ കാര്യം എന്താന്ന്, ഞാൻ ഇന്നലല്ലേ അമ്മേനെ കാണുന്നേ, എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. ഗോമതിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഗോമതിക്ക് വല്ലാത്തൊരവസ്ഥയാ, താൻ കാരണം ഇത്രയും വിഷമങ്ങളും വേദനകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്തയും കൂടെ ആ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത വിഷമവും വെപ്രോളം ബാലിന്. ഗോമതി ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കുമല്ലെന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. കാരണം വീട്ടിൽ നിന്നാലും ചായ തൊട്ട് ഫുഡ് തൊട്ട് നേരാവണ്ണം കഴിക്കണമെങ്കിൽ ഗോമതി കുടുംബത്തിൽ വേണം, ഇല്ലാതെ ഒന്നും നടക്കത്തുമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ അവസാനം ബാലിനൊരു തീരുമാനം എടുക്കുകയാണ്. ദേവമംഗലത്തേക്ക് ആരിനെയും ഗോമതിയെയും മിത്രനെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ഇനിയിപ്പോൾ അവരുടെ വാശിയാണെങ്കിൽ അവരുടെ വാശി നടക്കട്ടെ എന്ന് കരുതിയിട്ട് ബാലൻ നേരെ മിത്രനെ മിത്രനെയും ആരിനെയൊക്കെ വിളിക്കാണ്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോമതിയുടെ ഉണ്ടായിരുന്നു. ഗോമതി ഇറങ്ങി വന്നിട്ട് ബാലേട്ട കയറി വാ, അകത്തിരിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലേണ്ണ അകത്തേക്ക് അങ്ങോട്ട് ചെന്നു. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ബാലൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് പോകാൻ വന്നാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു, അത് പിന്നെ ആരും വരട്ടെ, വന്നു കഴിഞ്ഞാൽ അവന്റെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട് വേണം എനിക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനെന്ന് പറയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് ആര്യം വരുന്നത്. ആര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി കാര്യങ്ങളൊക്കെ പറയണം. മരണം കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്നൊക്കെ അച്ഛന് എല്ലാം കേട്ടിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞൊരു കാര്യം ചെയ്യാം, അമ്മ പോയിക്കൊള്ളാൻ പറയണം അച്ഛനോടൊപ്പം. ഞാൻ പോകാനോ? ഞാൻ തന്നെ പോകാനോ? അങ്ങനെയാണ് പിന്നെ എനിക്ക് വീട്ടിൽ നിന്നാൽ പോരായിരുന്നോ? ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയണം. അതെ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പോകത്തുള്ളൂ. ആനന്ദിന്റെ കല്യാണമാണ്, അവന്റെ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഉത്തരവാദിത്തം കാണുമായിരിക്കും, അറിയാലോ. ഇത്രയും നാള് കാത്തിരുന്ന് കിട്ടിയ വിവാഹമാണ്, ആ വിവാഹത്തിൽ പങ്കെടുക്കണം നമ്മുടെ കടമയും കൂടെയാണ് എന്നൊക്കെ പറയാം. ഇത് കേട്ടത് ആരിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം ആരിനെ സമ്മതിക്കുകയാണ് ദേവമംഗലത്തേക്ക് തിരികെ പോകാനായിട്ട്. അങ്ങനെ ബാലിന് അവരെ മൂന്നുപേരെ, ആരിനെയും മിത്രയും ഗോമതിനെയും കൂട്ടി ദേവമംഗലത്തേക്ക് വരുവാണ്. ദേവമംഗലത്തേക്ക് വന്ന് കയറിയപ്പോഴാ ഗോമതിക്ക് ഒരു ശ്വാസം നേരെ വേണേ. ഇത്ര സമയം എന്തോ ഒരു വീർപ്പുമുട്ടലായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് മീനാക്ഷി ആരതി വിരിഞ്ഞ് അവരെ സ്വീകരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശം വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ മീനു വീണ്ടും ആരതി ഒഴിയുന്നേ? അത് പിന്നെ അമ്മ പോയിട്ട് വന്നതല്ലേ, അപ്പൊ അമ്മ ഐശ്വര്യത്തോടെ വലതുകാലം വെച്ച് വീണ്ടും കയറിക്കോട്ടെ എന്ന് കരുതിയിട്ടാന്ന് പറയാണ്. അങ്ങനെ മിത്രനെയും ആരിനെയും എല്ലാവരും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്ന മീനാക്ഷി വന്നിട്ട് അങ്ങനെ ഇനിയിപ്പം വീണ്ടും ദേവമംഗലത്ത് സന്തോഷത്തിന്റെ അലയടികളൊക്കെ ഉണ്ടാകാൻ പോവാ. അത് മാത്രമല്ല കല്യാണമൊക്കെ ഉടനെ തീരുമാനവും, കല്യാണം ഉടനെ നടക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.